ഹലോ ഗൈസ്, വെൽക്കം ടു വീലിഫൈ. സോ നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ട്രെൻഡിങ് ഇവി ആയ റിവർ ഇന്ത്യയെ പറ്റിയാണ്. റിവർ ഇന്ത്യയെ പറ്റി പറയുകയാണെങ്കിൽ 2023 രണ്ട് മലയാളികൾ കൂടി ലോഞ്ച് ചെയ്ത ഒരു ഇവി ബ്രാൻഡാണ്. സോ ഇതിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ യൂസറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഹലോ സൺ, വെൽക്കം ടു വീലിഫൈ. താങ്ക് യു. ആദ്യം തന്നെ ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് വണ്ടി? വണ്ടി അടിപൊളിയാണ്. അടുത്ത ചോദ്യം, എന്തുകൊണ്ട് ഇവി ചൂസ് ചെയ്തു? ഇവി ചൂസ് ചെയ്തു. ഞാന് എന്റെ വർക്ക് പാലക്കാട് ടൗണിലെ കേന്ദ്രീകരിച്ചിട്ടാണ്. ഓക്കെ. അപ്പൊ ഞാൻ മാസം ഒരു 3000 രൂപ 4000 രൂപയ്ക്ക് ഇലക്ട്രോൺ അടിക്കുന്നുണ്ട് എന്റെ വേറെ വണ്ടികൾക്ക്. ഓക്കെ. അപ്പൊ അതിനൊരു മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിയിലേക്ക് മാറിയത്. ഇപ്പൊ ഇവിയിൽ രണ്ടായിരം കൊണ്ടും ഇവി ചൂസ് ചെയ്തു. അപ്പോ ഓൾറെഡി എക്സിസ്റ്റിംഗ് ബ്രാൻഡ്സ് ആയ ഓല, ഏത്തർ അങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ ന്യൂലി ലോഞ്ച് ചെയ്ത റിവർ ചൂസ് ചെയ്യാൻ? റിവർ ചൂസ് ചെയ്യാനുള്ള കാരണം, ഞാൻ അവസാനമാണ് റിവറിലേക്ക് എത്തിയത്. അതുവരെയും എന്റെ മൈൻഡിൽ എഡറിന്റെ റിസ്ക് ആയിരുന്നു. പിന്നെ ഓല ഓൾറെഡി കംപ്ലൈന്റ് കൂടുതലധികം വരുന്നു എന്നുള്ളത് കൊണ്ട് ഓലയിലെത്തി. ഓല അന്വേഷിക്കാൻ തന്നെ പോയില്ല. ഇതിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മെയിനായിട്ട് ഞാൻ പ്രേമലു സിനിമയിൽ ഇതിന്റെ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുക്കാൻ കാരണം എന്ന് വേണമെങ്കിൽ പറയാം. ഈ നല്ല കാര്യം കണ്ടിരിക്കുന്നത്, ഒന്ന് സ്റ്റോറേജ് സ്പേസ്, ഫ്രണ്ടില് സ്റ്റോറേജ് ഉണ്ട്, ബാക്കിൽ സ്റ്റോറേജ് ഉണ്ട്, അതുപോലെ വലിയ ടയറുകളാണ്, നല്ല വലിപ്പമുണ്ട്. പിന്നെ ഈ ഡിസൈൻ എനിക്ക് പ്രത്യേകിച്ച് നല്ലോണം ഇഷ്ടപ്പെട്ടു. രണ്ട് ലൈറ്റ്, റെഡ് ആൻഡ് കളർ, റെഡ് ആൻഡ് ബ്ലാക്ക് കളർ, ടയർ, വീല്, ഇങ്ങനെ എല്ലാം കൊണ്ടും ഈ മോഡൽ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഞാൻ റിവറിലേക്ക് വരാൻ തീരുമാനിച്ചത്. പെർഫോമൻസ് വൈസ് ഞാൻ എല്ലാ വണ്ടി ഓടിച്ചിട്ടുണ്ട്. എതർ ഓടിച്ചിട്ടുണ്ട്, ഓല ഓടിച്ചിട്ടുണ്ട്, ചേതക്കിന്റെ, ബജാജിന്റെ ചേതക്ക് ഓടിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് എല്ലാത്തിലും കംഫർട്ടായതും റൈഡ് കംഫർട്ടായിട്ട് തോന്നിയത് റിവർ തന്നെയാണ്. ഈ കയറ്റത്തില് ഡബിൾ സർവീസ് ഇല്ല, അങ്ങനെ ഇതുവരെ എനിക്ക് ബുദ്ധിമുട്ടുള്ളൊന്നുമില്ല. കയറ്റമാണോ ഇറക്കുവാണെങ്കിലോ ഓഫ് റോഡ് ആണെങ്കിലോ എന്താണെങ്കിലും അങ്ങനെയുള്ളൊരു വലിപ്പോ കാര്യങ്ങളിലോ കുറവ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഇപ്പോ ഇത്രയും ഓടിച്ചതിൽ സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? ഒരു അപ്രോക്സിമേറ്റ് ഒരു 5000 കിലോമീറ്റർ ഒക്കെ കണക്കാക്കുകയാണെങ്കിൽ 5000 കിലോമീറ്ററിലാണ് ഇതിൽ സർവീസ് വരുന്നതും. ഇപ്പൊ ഫസ്റ്റ് സർവീസ് നമുക്ക് വന്നത് 1000-ലാണ്, പിന്നെ 5000, പിന്നെ 10000, 15000, ഇങ്ങനെ 4 സർവീസ് ആണ്. 3600 രൂപയോളം എനിക്ക് ഫോർത്ത് സർവീസിൽ ക്യാഷ് ചെലവായിട്ടുണ്ട്. ഇതിപ്പോ എടുത്തിട്ട് എത്ര മാസമായി? എടുത്തിട്ട് ഇപ്പൊ ഒരു 10 മാസമായി. കഴിഞ്ഞ ജൂൺ 2-ാം തീയതി എന്റെ ആനിവേഴ്സറി ആയിരുന്നു. ആനിവേഴ്സറിക്കാണ് ഞാൻ വണ്ടി എടുത്തത്. ഓൾമോസ്റ്റ് ഒരു വർഷം ആവാനോ? എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഞാൻ ഇപ്പൊ ഓടിയത് 15800 എന്റെ 4ാമത്തെ സർവീസ് കഴിഞ്ഞു. പിന്നെ എനിക്ക് ആവറേജ് ഒരു മാസം അറൗണ്ട് 1500-2000 അടുത്ത് ഓട്ടം ഉണ്ട്. എല്ലാവരും ചോദിക്കുന്ന പോലെ റേഞ്ച് ആൻസൈറ്റി ഉണ്ടോ? കമ്പനി റേഞ്ച് പറയുന്നത് 120 കിലോമീറ്റർ ഒക്കെ റേഞ്ച് പറയുന്നുണ്ടെങ്കിലും അതൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഇതിൽ 3 മോഡാ വരുന്നത്. ഇതില് എക്കോ, റൈഡ്, റഷ്. എക്കോയില് 50 കിലോമീറ്റർ മാക്സിമം സ്പീഡ് കിട്ടുള്ളൂ. ചാർജിങ് ടൈം ഒക്കെ എങ്ങനെയാണ്? ചാർജിങ് ടൈം ഒരു 5 മണിക്കൂർ മാക്സിമം. 0-100 ആണെങ്കിൽ 5 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പൊ ഇത്രയും കാലത്ത് യൂസേജിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചാർജ് ചെയ്യുന്ന വഴിയിലാവുകയെ അല്ലെങ്കിൽ ചാർജിങ് സ്റ്റേഷൻ കണ്ടുപിടിക്കാൻ പാടുപെട്ടപ്പെടുക അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ചാർജിങ് സ്റ്റേഷൻ ഇതിന് ഇതുവരെ വന്നിട്ടില്ല. കാരണം ഓല, ഏതർ പോലെ ഒരു നോർമൽ കോമൺ ആയിട്ട് ചാർജ് ചെയ്യാനുള്ള സ്റ്റേഷൻ ഇല്ല. നമ്മൾ വീട്ടിലിട്ട് ചാർജ് ചെയ്യണം, അല്ലെങ്കിൽ എവിടെയാണ് 3 പോയിന്റ് പ്ലഗ് ഉള്ളത് അതിട്ട് ചാർജ് ചെയ്യണം. ഈ പറഞ്ഞ ഇഷ്യൂ ഇല്ലാണ്ട് വേറെ എന്തെങ്കിലും ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടോ? വേറെ ഇഷ്യൂ എന്ന് പറയാൻ, വണ്ടി എടുത്ത സമയത്ത് ഒരു 1 വീക്ക് കഴിഞ്ഞതും സൈഡ് സ്റ്റാൻഡിന് സെൻസർ കംപ്ലൈന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വണ്ടി നിർത്തി. അവര് പറഞ്ഞ റോഡ് സേഫ്റ്റി അസിസ്റ്റൻസ് ഉണ്ട്, അവർ വണ്ടി എടുക്കാൻ വരുന്നു പറഞ്ഞു. രാവിലെ കംപ്ലൈന്റ് വിളിച്ച് പറഞ്ഞ് രാത്രി ഒരു 6 മണി 7 മണി ആകുമ്പോഴേക്കും അവർ വണ്ടി ടോ ചെയ്യാൻ വണ്ടി വന്നു. വണ്ടി എടുത്തിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് കൊണ്ടുപോയി. അടുത്ത ദിവസം തന്നെ എനിക്ക് വണ്ടി തന്നു. അതിലൊന്നും വലിയ കുഴപ്പമില്ല. വീണ്ടും ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ സെയിം കംപ്ലൈന്റ്, സൈഡ് സ്റ്റാൻഡിന്റെ സെൻസർ കംപ്ലൈന്റ് വന്നു. അത് ഇതുപോലെ ഞാൻ തന്നെയാണ് കംപ്ലൈന്റ് എത്തിച്ചത്. അപ്പൊ ഇത് എടുത്ത സമയത്ത് ഓൺ റോഡ് പ്രൈസ് എത്ര വന്നിരുന്നു? ഓൺ റോഡ് പ്രൈസ് 1,65,000 വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇതിൽ 5 വർഷം എക്സ്റ്റൻഡഡ് വാറന്റി കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം ഒരു 8 വർഷത്തിന്റെ എക്സ്റ്റൻഡഡ് വാറന്റി കൂടെ കൊടുക്കുന്നുണ്ട്. 5 വർഷത്തിന് എക്സ്ട്രാ 5000 രൂപയും 8 വർഷത്തിന് ഒരു എക്സ്ട്രാ 4000 രൂപ അടച്ചാൽ 8 വർഷം വരെ, അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ വരെ നമുക്ക് അതിന് എക്സ്റ്റൻഡഡ് വാറന്റി ലഭിക്കും. ഈ 160 എന്ന് പറയുമ്പോൾ അഡീഷണൽ ആക്സറീസ് എന്തെങ്കിലും കിട്ടിയിരുന്നു? അഡീഷണൽ ആക്സറീസ് എനിക്ക് വണ്ടി ഓഫറായിട്ട് ഒരു എടുക്കണ പുതുക്കായതുകൊണ്ട്, അതായത് ലോഞ്ച് ചെയ്ത സമയമായതുകൊണ്ട് 2000 രൂപന്റെ ഒരു ഗിഫ്റ്റ് കാർഡ് അവർ തന്നിട്ടുണ്ടായിരുന്നു. അതിന് എന്ത് വേണമെങ്കിലും നമ്മൾ ആക്സറീസ് പർച്ചേസ് ചെയ്യാന്നുള്ളതായിരുന്നു. അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? സാറ്റിസ്ഫൈഡ് ആണ്. ഈ കംപ്ലൈന്റുകളൊന്നും വരുന്നില്ല എന്നുള്ളത് നല്ലൊരു ക്വാളിറ്റിയാണ്. പിന്നെ എനിക്കിപ്പോ ആകെ ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയാനുള്ളത് സർവീസ് കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. കാരണം അവർ ഓരോ സർവീസിനും
അവർ ഇന്ന സാധനങ്ങൾ മാറ്റണം, റീപ്ലേസ് ചെയ്യണം എന്ന് പറഞ്ഞത് ഒരു ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഒരാൾക്ക് സജസ്റ്റ് ചെയ്യും റിവർ എടുക്കാനായിട്ട്? സജസ്റ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ ഒരു 100 കിലോമീറ്ററിന്റെ ഉള്ളിൽ ഒരു ദിവസത്തെ, ഇല്ലെങ്കിൽ ഒരു ചാർജ് ചെയ്തിട്ട് 100 കിലോമീറ്റർ ഓടിയാൽ മതി എന്നുള്ളവർക്ക് ഈ വണ്ടി അടിപൊളിയാണ്. എന്തുകൊണ്ടും ഈ വണ്ടി എടുക്കാം. ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പൊ നമ്മുടെ ആദ്യത്തെ റിവ്യൂ ആണെന്ന് അറിഞ്ഞിട്ടും കൂടി വീഡിയോ എടുക്കാനുള്ള സമയം സ്പെൻഡ് ചെയ്ത ഈസാന് താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ മോർ വീഡിയോസ്. സോ ബൈ. ബൈ ബൈ.